കശ്മീർ താഴ്വരയിലേക്കുള്ള ഗതാഗതം എന്നും ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ്. പാകിസ്ഥാന്റെ പിന്തുണയോടെയുള്ള ഭീകരവാദങ്ങളെ ഫലപ്രദമായി ചെറുക്കുന്നതിന് കശ്മീരുമായുള്ള റോഡ് ബന്ധം നിർണായകമാണ്. 2.85 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ജവഹർ തുരങ്കം നിർമ്മിച്ചത് ഈ ആവശ്യം പരിഗണിച്ചാണ്. ഈ തുരങ്കം ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കും തിരിച്ചും വർഷത്തിലുടനീളം ഗതാഗതം സാധ്യമാക്കുന്നതാണ്. എന്നാൽ തുരങ്കത്തിലേക്കുള്ള റോഡുകളിൽ ഹിമതാപവും മഞ്ഞുവീഴ്ചയും പതിവായതിനാൽ വേണ്ട പ്രയോജനം ജനങ്ങൾക്കുണ്ടായിട്ടില്ല. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് 2 വരി പാതയുള്ള ബനിഹാൽ ഖാസിഗുണ്ട് തുരങ്കത്തിന്റെ നിർമ്മാണം 2011 ആരംഭിക്കുകയും 2021 തുറക്കുകയും ചെയ്തത്. ഈ മാസം 13 പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച സോനാമാർഗ് തുരങ്കം മറ്റൊരു നിർണായക ചുവടുവെപ്പാണ്. പുതിയ റോഡുകൾ ഡൽഹിയിലേക്കുള്ള ദൂരം ഇല്ലാതാക്കിയെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. കശ്മീർ താഴ്വരകളിലേക്കുള്ള റോഡുകൾ മികവുറ്റതാകുമ്പോൾ ചരക്കു നീക്കത്തിലെ സാധ്യതകളെക്കാൾ ഏറെ തന്ത്രപ്രധാന മേഖലകളിലെ സൈനിക നീക്കമാണ് അനായാസമായി മാറുന്നത്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി തുരങ്കമാണ് മറ്റൊരു പ്രധാന പദ്ധതി. 2017 പൂർത്തിയാക്കിയ ഇരുവരിപ്പാത രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ തുരങ്കമാണ്. 9.2 കിലോമീറ്ററാണ് ഉദംപൂരിലെ ചെനാനി മുതൽ റംബാൻ ജില്ലയിലെ നഷ്രി വരെയുള്ള ദൈർഘ്യം. ഹിമാലയത്തിന് മധ്യത്തിലൂടെ നിർമ്മിച്ച തുരങ്കത്തെ നിർമ്മാണ വിസ്മയമായി കൂടി കണക്കാക്കണം. ശൈത്യകാലത്ത് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്ന നിരവധി റോഡുകൾ ഈ തുരങ്കം തുറന്നതോടുകൂടി അപ്രസക്തമായി. ജമ്മു ഉദംപൂർ പാതയിൽ നിർമ്മിച്ച നന്ദിനി തുരങ്കവും യാത്രാസമയം ചുരുക്കി. ഇക്കാലം അത്രയും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി കശ്മീരിനെ ബന്ധിപ്പിക്കാനുള്ള ഏക മാർഗം റോഡ് ഗതാഗതമായിരുന്നു. എന്നാൽ നീണ്ട 20 വർഷത്തെ പ്രയത്നത്തിനൊടുവിൽ റെയിൽ മാർഗമുള്ള ഗതാഗതവും സാധ്യമായിരിക്കുന്നു. റെയിൽവേയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരിക്കും കശ്മീരിലേക്കുള്ള പാത. ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള പാതയിൽ ട്രയൽ റൺ റെയിൽവേ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇംഫാൽ ഗോപുരത്തേക്കാൾ ഉയരമുള്ള ചെനബ് പാലം കഴിഞ്ഞ ജൂണിലാണ് കമ്മീഷൻ ചെയ്തത്. ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ആദ്യ ട്രെയിൻ എന്ന സ്വപ്നം ഈ റിപ്പബ്ലിക് ദിനത്തിൽ സാധ്യമാകുമെന്നാണ് സൂചന. റെയിൽവേയുടെ വരവ് കശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഊർജം നൽകും. ദ്രാസിനെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന സോജില തുരങ്കം 2028 യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ. ലഡാക്കിനും അമർനാഥിനും ഇടയിലുള്ള ദൂരവും ഇതുവഴി കുറയും. കാർഗിൽ മേഖലയിലേക്കുള്ള സൈന്യത്തിന്റെ നീക്കങ്ങൾക്കും ഈ തുരങ്കം നിർണായക പങ്ക് വഹിക്കും. 1999 കാർഗിൽ യുദ്ധ സമയത്താണ് ഇത്തരമൊരു തുരങ്കത്തിന്റെ ആവശ്യം ആദ്യം തിരിച്ചറിഞ്ഞത്. സമീപകാലത്തെ ചൈനീസ് കടന്നുകയറ്റങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ സോജില തുരങ്കത്തിന് പ്രാധാന്യമേറുന്നു. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന വഴി കശ്മീരിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളെയും കൂട്ടിയിണക്കുന്നുണ്ട്. 2021 അംഗീകാരം ലഭിച്ച ശ്രീനഗർ സെമി റിംഗ് റോഡിന്റെ ലക്ഷ്യം കശ്മീർ താഴ്വരയിലെ 5 ജില്ലകളിലെ ഗതാഗത ക്ലേശം കുറയ്ക്കുക എന്നതാണ്. 2919 കോടി രൂപയുടെ പദ്ധതി 60 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി ഏകദേശം 300 കൾവർട്ടുകളും 2 ഫ്ലൈ ഓവറുകളും നിരവധി ഓവർ റോഡ് പാലങ്ങളുമുണ്ട്. കശ്മീരിന്റെ എല്ലാ മേഖലകളുടെയും വികാസമാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം വഴി സാധ്യമാകുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും അനുഭവിക്കുന്ന കശ്മീരി യുവത്വത്തിന്റെ പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമാണ് ഈ റോഡ് മാർഗം എത്തിച്ചേരുന്നത്.